കാലാവസ്ഥയുടെ പ്രാതികൂല്യം കാരണം നമ്മൾ തുടങ്ങാൻ അല്പം വൈകിയിട്ടുണ്ട് പരിപാടി. ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണങ്ങൾ നടത്തുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ഈ നാട്ടിലെ റോഡിന്റെ മറുഭാഗത്തെ കെട്ടിടങ്ങൾക്കുള്ളിലെ ഒരു കാലത്തെ നിത്യസാന്നിധ്യങ്ങളായിരുന്ന ജിഷാൻ മാഹിയും അൻസാർ മാസ്റ്റർ പയ്യോളിയുമാണ്. അവരെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർ വരും വരെ അവർക്കൊപ്പം ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നൊരു പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പ്രദേശത്ത് വെച്ച് രണ്ട് വാക്കെങ്കിലും ഞങ്ങളുടെ പഴയകാലത്തെ നേതാവിനോട് ചിലത് പറയാനുള്ളത് കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോകുന്നത്. കോഴിക്കോട് വെച്ചും ഭൂമിയിൽ വെച്ചും ഞങ്ങളുടെ പ്രിയപ്പെട്ട പഴയകാലത്തെ ആ നേതാവ് ഇളം തലമുറയായാലും ഇനി അല്ലാത്ത തലമുറയായാലും വന്നാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ ആ ഇളം തലമുറ ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ഇതിന് പകരം ഈ നാട്ടിൽ നിങ്ങളുടെ വേദി കെട്ടി ഇതുവരെ പറഞ്ഞതുപോലെ ഒരു പ്രഭാഷണം നടത്തണമെന്ന് ആമുഖമായി ബഹുമാനപ്പെട്ടവരോട് സൂചിപ്പിക്കുകയാണ്. കുറെ വെജിറ്റേറിയനായിട്ട് ആമുഖങ്ങൾ പറയേണ്ട സമയമല്ലേ ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുന്നു. കുറ്റിയാടിയുടെ ചരിത്രത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായ കുറ്റിയാടി, ഒരുപാട് നന്മകളുടെ വിളനിലമായ കുറ്റിയാടി, പലപ്പോഴും കുറ്റിയാടിയുടെ ചരിത്രത്തിൽ ചിലരെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ചില ആളുകൾ, അവർ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലേക്കും മെയ്ഡ് ഇൻ കുറ്റിയാടി എന്നൊരു സാധനത്തെ, ഒരു ആദർശത്തെ പല സ്ഥലങ്ങളിലേക്കും കയറ്റുമതി ചെയ്തത് ഇവിടെ ഇരുന്നു കൊണ്ടാണ്. നാദാപുരത്ത് പ്രസംഗിച്ചാലും കുറ്റിയാടിയിലെ ചുമരുകൾക്കുള്ളിൽ നിന്ന് പ്രസംഗത്തെ പൂർത്തീകരിച്ചിട്ട് മാത്രമാണ് കേരളത്തിൽ ഇറക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം കൃത്യമായി കേൾക്കാൻ പറ്റുന്ന അകലങ്ങളിൽ അത് കേൾക്കാൻ ഏൽപ്പിച്ചവർ കൃത്യമായി നിൽക്കുന്നുണ്ടെന്ന ബോധം എനിക്കുണ്ട്. അവർക്ക് കൂടി ഈ വേദിയുടെ തൊട്ടടുത്ത് വന്നിരുന്ന് കൃത്യമായി റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഞാൻ ഓർത്തുപോവുകയാണ്, നാദാപുരത്ത് ഒരു മൗലവിയും ഒരു മുസ്ലിയാരും തമ്മിൽ നിരന്തരം നടന്ന ഗണ്ണന പ്രസംഗങ്ങൾ എന്ന പേരിൽ നടന്ന പരിപാടികളുണ്ടായിരുന്നു. അന്ന് ആ പരിപാടി നടന്നപ്പോ മൗലവിയുടെ പരിപാടി റെക്കോർഡ് ചെയ്യാൻ മൗലവിയുടെ സദസ്സിലേക്ക് തന്നെ തന്റെ ഇടത്തോടെ ആളുകളെ പറഞ്ഞയച്ച പഴയകാലത്തെ ഓർമ്മയുടെ ആ നെഞ്ചുറപ്പിനെ, അക്കാലത്തെ നെഞ്ചുറപ്പിനെ ഞാൻ മുന്നിൽ കാണുകയാണ്. എനിക്ക് തോന്നുന്നു ആ നെഞ്ചുറപ്പ് ഇന്നും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ടോ ഇല്ലേ എന്നറിയാൻ ദിവസങ്ങൾ കഴിയുമ്പോൾ സാധിക്കുമായിരിക്കും. അന്ന് അങ്ങനെ മുജാഹിദിന്റെ സദസ്സിലേക്ക് പറഞ്ഞയച്ച് റെക്കോർഡ് ചെയ്യിച്ച അനുഭവങ്ങൾ എനിക്കറിയാം. ഒന്നുകൂടി പറയാം. ഒരു ഗണ്ണന പ്രസംഗം ഹുസൈൻ സലഫി നടത്തുമ്പോ ക്യാമറ വേണം റെക്കോർഡ് ചെയ്യാൻ. ഞങ്ങളുടെ ഓഫീസിലെ ക്യാമറ വലുതാണ്, അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഒരു ക്യാമറ വേണം. അങ്ങനെ ഒരു ഹാൻഡി ക്യാം എന്റേതു തന്നെ 20,000 ചില്ലാനം വില വരുന്നത് ആ പരിപാടി റെക്കോർഡ് ചെയ്യാൻ കൊണ്ടുപോയതും അവരാരും മറന്നു കാണില്ലെന്ന് ഞാൻ ഓർക്കുന്നു. മുജാഹിദിന്റെ പ്രവർത്തകരും മറന്നു കാണില്ല. നാദാപുരം CIയും അത് മറക്കാൻ സാധ്യതയില്ല. നാദാപുരത്തെ SIയും മറക്കാൻ സാധ്യതയില്ല. ആ ക്യാമറയുമായി പോയി ഒരു ക്യാമറമാൻ ആ മുജാഹിദിന്റെ സദസ്സിന്റെ പിന്നിൽ നിന്ന് അത് ഷൂട്ട് ചെയ്തു. മുജാഹിദിന്റെ പ്രവർത്തകരത് പിടിച്ചെടുത്തു. ഇന്ന് വരെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്റെ ക്യാമറ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയവർ ഇന്ന് വരെ അത് തന്നിട്ടില്ല എന്ന് ഞാൻ ഇവിടുന്ന് പറയാണ്. തരാൻ പറ്റുമെങ്കിൽ അത് കൊടുത്തയക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. 20,000 ചില്ലാനം വില വരും. തമാശക്കുള്ളതല്ല. കിട്ടിയാൽ ഇനി നിങ്ങളെ പരിപാടി ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ അതിനെ കൊണ്ട്? അതുകൊണ്ടാ ചോദിക്കുന്നത്. ആ നിലയിൽ വളരെ ആദർശബോധമുണ്ടെന്നും തന്റെ ഇടമുണ്ടെന്നും പറഞ്ഞൊരു പഴയകാലത്തെ ഞാൻ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ്. അതിൽ നിന്നൊക്കെ പോയിട്ട് നെഞ്ചുറപ്പിപ്പോ ചുമരിന്റെ മേലെ ഒട്ടിക്കാൻ പറ്റുന്ന പോസ്റ്റർ മാത്രമായി അവസാനിച്ചൊരു കാലത്താണ് ഞങ്ങളിവിടെ വന്നു നിന്നിട്ട് വീണ്ടും അവരോട് ചോദിക്കുന്നത്, വീണ്ടും അവരോട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് ഇവിടെ ഞങ്ങളെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്.
ബഹുമാന്യരായ സുഹൃത്ത് ജിഷാൻ മാഹിയും അൻസാർ മാസ്റ്ററും നമ്മുടെ പരിപാടിയിൽ വളരെ പെട്ടെന്ന് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അൻസാർ മാസ്റ്റർ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് നൽകട്ടെ. ഹിദായത്തുണ്ടെന്ന് പണ്ടേ പേരോട് ഉസ്താദ് പറഞ്ഞതാ. ദീർഘായുസിന് വേണ്ടി മാത്രം ദുആ ചെയ്താൽ മതി. അങ്ങനെയുള്ള ഇവിടെ ഈ വിധത്തിൽ നെഞ്ചുറപ്പുണ്ടെന്ന് പറഞ്ഞൊരു വിഭാഗം കുറ്റ്യാടിയിൽ മാത്രമല്ല, നാദാപുരത്ത് മാത്രമല്ല, കേരളത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഓരോ പ്രദേശത്തും പോയി അവിടെയൊക്കെ പ്രഭാഷണങ്ങൾ നടത്തുമ്പോ അവിടെയൊക്കെ ഏത് മുജാഹിദ് വന്നാലും, ഏത് ജമാഅത്തെ ഇസ്ലാമി വന്നാലും, ആര് വന്നാലും അതിനെതിരെ മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിരുന്ന ആ ഒരു പഴയ കാലത്തെ ഓർത്തെടുക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? സാധിക്കുന്നുണ്ടെങ്കിൽ ഇളം തലമുറയെ നിങ്ങൾ വിളിച്ചല്ലോ. ഞാനത് ഇളം തലമുറ എന്ന് പറയാൻ കാരണം നാളെ ചിലപ്പോ ഇവിടെ വന്നിട്ട് പറയും ഞങ്ങള് മറുപടി പറയാൻ മാത്രം കോളുള്ള ആളുകളൊന്നുമല്ല അവർ, അതുകൊണ്ടാ പറയാതിരുന്നത്. എന്നാൽ ഞാൻ ഒരു ചാനലിലൂടെ 2 മിനിറ്റ് സംസാരിച്ചപ്പോ അതിന് മറുപടി പറയാൻ, പിന്നീട് ഒരു അരമണിക്കൂർ നടത്തിയപ്പോ അതിന് മറുപടി പറയാൻ മുതലക്കുളത്ത് സ്റ്റേജ് കെട്ടിയിട്ടുണ്ട് ഈ മഹാനവറുകൾ എന്ന് പറയാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ നിങ്ങൾ ആളല്ല എന്ന് പറയരുത്. നിങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ മറുപടി നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ CD-യിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ അതിന് മറുപടിയും പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾ ചെയ്തൊരു പണിയുണ്ടായിരുന്നു. എന്താ? എന്റെ ഭാഗത്തുനിന്ന് മറുപടി വരുമെന്ന് തോന്നിയ ആ കാലത്ത് നിങ്ങൾ എന്നെ CD കച്ചവടക്കാരനാക്കി. എന്നാൽ നിങ്ങളെ മഹബ് ഫضലുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ വേദിയിൽ വെച്ച് നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അവസാനത്തിലേക്ക് അടുപ്പിക്കുന്ന CD കച്ചവടം ഇൻഷാ അല്ലാഹ് ഞാൻ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ CD കച്ചവടക്കാരനാക്കിയല്ലേ? എന്നാ CD കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഇൻഷാ അല്ലാഹ് ഇവിടെ വെച്ച് തുടങ്ങി കാണിച്ചു തരികയാണ്. ശംസുൽ ഉലമ ദഅവ മീഡിയ എന്ന പേരിൽ ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒന്ന് തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നാമത്തത് ഇവിടെ ഇന്ന് പ്രകാശനം ഇൻഷാ അല്ലാഹ് ചെയ്യും. അത് പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ സഖാഫിയുടെ കമ്മിറ്റിയിൽ, ഏത് കമ്മിറ്റി എന്ന് ചോദിച്ചോളൂ, അപ്പം മറുപടി പറയും. 10 കൊല്ലത്തോളം പ്രവർത്തിച്ച ഒരു പ്രവർത്തകൻ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ഇന്നിവിടെ വെച്ച് നിങ്ങളുടെ പ്രസ്ഥാനത്തോട് രാജിവെക്കുകയാണ്. അദ്ദേഹവുമായി നടത്തിയ അഭിമുഖത്തിന്റെ CD-യാണ് ഇവിടെ പ്രകാശനം ചെയ്തത്. അപ്പൊ CD കച്ചവടം നടത്തിയാൽ ആ CD കച്ചവടം മുതലാവും. നിങ്ങളല്ലേ എനിക്ക് പഠിപ്പിച്ചു തന്നത്, നിങ്ങളാണല്ലോ എന്റെ വാലിന്റെ സദസ്സിലേക്ക് കടന്നു വരുന്നവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് എലാസ്റ്റിക്കാക്കി നീട്ടി വലിച്ചു പറഞ്ഞ ആ വാലുകൾക്ക് അവസാനത്തിൽ നിങ്ങൾ പറയാറില്ലേ, എന്റെ CD അത് അവിടെയുണ്ട്, ബാക്കിലുണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ പ്രസംഗിച്ചതുണ്ട്, ഇവിടെ പ്രസംഗിച്ചതുണ്ട്.
ഈ വിധത്തിൽ ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. കാരണം അൻസാർ മാസ്റ്റർക്ക് പ്രസംഗിക്കാനുണ്ട്, ജിഷാൻ മണിക്കുണ്ട്. ജിഷാന് ഗൾഫിലേക്ക് പോകാനുള്ളതാണ്. ഞാനിവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസമൊക്കെ നമ്മൾ ബാക്കിലുണ്ട് അവിടെ. ഇനി ഞങ്ങളിത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ശേഷം എന്തായാലും നമ്മളെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് വരുമല്ലോ, അതിനുശേഷം ഞങ്ങൾ വരാം. അപ്പോ അദ്ദേഹം വരണം തന്നെയാ പറയുന്നത്, നിർത്തിപ്പോരുത്. നിർത്താനല്ലല്ലോ നമ്മൾ തുടങ്ങിയത്. കുറ്റ്യാടിയിൽ വെച്ച് നാദാപുരത്ത് വെച്ച് ഖണ്ഡനങ്ങളും നീണ്ട പ്രസംഗങ്ങളും നടത്തിയ പഴയകാലത്തെ ഓർമ്മകൾ നമുക്കും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. നിങ്ങളിവിടെ 40 ദിവസവും 20 ദിവസം വാഴ നടത്തിയ കാലത്ത് ഞങ്ങൾ പലരും വന്നിട്ട്, അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനും ചോദിക്കാനും കഴിയും. പേരോട് പണ്ട് ഞങ്ങളോട് പറഞ്ഞത്, വിദഗ്ധക്കാരൊരു പ്രദേശത്ത് വരുന്നുണ്ടെന്ന് കണ്ടാൽ, സാധ്യതയുണ്ടെന്ന് കണ്ടാൽ, ഇല്ലെങ്കിൽ പോലും അവിടെ പ്രതിരോധ കുത്തിവെപ്പ് നടത്തണമെന്നാണ്. അങ്ങനെ തന്നെ പറയാറുള്ളത്. രോഗം വരുന്നതിന് മുമ്പ് പ്രതിരോധ കുത്തിവെപ്പ് നടത്തണം. അതേ മനുഷ്യൻ വാദപ്രതിവാദങ്ങളും വ്യവസ്ഥകളും സംവാദങ്ങളും നടന്നാൽ മാത്രമേ ആദർശ പ്രചരണത്തിനും ഈ സാമൂഹികമായ ചുറ്റുപാടിലെ സത്യസന്ധമായ ആദർശം പറയാനും അവസരം സൃഷ്ടിക്കപ്പെടൂ എന്ന് പ്രസംഗിച്ച അതേ വ്യക്തി ഇപ്പൊ പറയാണ്, നമ്മൾ അതൊക്കെ നിർത്തണം, വെല്ലുവിളികൾ നടത്തണം. ആരാ കേരളത്തിൽ വെല്ലുവിളിക്കുന്നുവെന്ന പ്രയോഗം ഏറ്റവും കൂടുതൽ പ്രയോഗിച്ച ആളാരാ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. ഞങ്ങളൊക്കെ ആ പദം തന്നെ ശരിക്കും മലയാള ഭാഷ നിഘണ്ടുവിലോ മറ്റു സ്ഥലത്തോ വായിച്ചറിയുന്നതിന് മുമ്പ് ഞങ്ങൾ കേട്ടറിഞ്ഞത് പ്രിയപ്പെട്ട പേരോടിൽ നിന്നാണ്. അതൊക്കെ ഇപ്പൊ പോയി ഒന്നുമില്ലാതായിരിക്കുന്നു. കാരണം എന്തേ? ഒരേ ഒരു കാരണം മാത്രം. അദ്ദേഹം ഇപ്പോൾ എന്തോ വ്യാജമായ സംഭവങ്ങളുടെ പിന്നാലെ നിന്ന് ന്യായീകരണത്തിന് പോയിരുന്നു. അത് മുഴുവൻ വ്യാജമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്താ ബോധ്യം ഉണ്ടാവാൻ കാരണം? അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ജിഷാൻ മാഹി പോയി. എന്നിട്ട് ജിഷാൻ മാഹി കേൾപ്പിച്ചു കൊടുത്തു കുറെ സത്യങ്ങൾ. അത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ ഉള്ളു തീരുമാനിച്ചു, ഇത് ശരിയാണ്, ഇതൊരിക്കലും ഇനി ജനങ്ങളുടെ ഇടയിൽ പറയാൻ പറ്റില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അതോടെ അദ്ദേഹം ഇപ്പോ തലയിൽ കൈവെക്കാറില്ല സ്റ്റേജിൽ നിന്ന്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ കഴിയുമായിരുന്നു. മറുപടി. മുജാഹിദുകളോട് പോലും മറുപടി പറയാൻ ഇന്ന് പോകുന്നില്ല. കാരണം എന്താ? ഒരേ ഒരു കാരണം, ബോംബെയിൽ നിന്നും അബുദാബിയിൽ നിന്നും വന്ന ഏതോ ഒരു പ്രൊഡക്റ്റ്. ഈ പ്രൊഡക്റ്റ് വ്യാജമാണെന്ന് ജിഷാനോട് സമ്മതിക്കേണ്ട അവസ്ഥ വന്നു അദ്ദേഹത്തിന്. എങ്ങനെയാ സമ്മതിച്ചത്? വ്യംഗ്യമായി പറഞ്ഞു, ആണെങ്കിലും അല്ലെങ്കിലും പറഞ്ഞ് മൂപ്പരങ്ങോട്ട് ഓടി. 1. 2, നമ്മുടെ ബഹുമാനപ്പെട്ട വഹാബ് സഖാഫി. അദ്ദേഹത്തെ പലരും വഹാബി സഖാഫി എന്നാണ് വിളിക്കാറുള്ളത്, ഞങ്ങൾ വിളിക്കുന്നില്ല. ആ വഹാബ് സഖാഫി ഈ വിഭാഗത്തിന് വേണ്ടി കേരളം മുഴുവൻ ശക്തമായി ഘോരം ശബ്ദിക്കുന്ന ഒരാളാണ്. ആ വഹാബ് സഖാഫിയെ പറ്റി ജിഷാനോട് പറഞ്ഞു, നാട് മുഴുവൻ ഫിത്ന ഉണ്ടാക്കി നടക്കുന്ന മനുഷ്യനാണ് അയാൾ പ്രഭാഷണത്തിലൂടെ ഫിത്ന ഉണ്ടാക്കിയാണ് അദ്ദേഹവും നൗഷാദ് ഇവിടെ വന്നിട്ട് ഫിത്ന ഉണ്ടാക്കി പോയി എന്ന് കേട്ടു. പേരോടിന്റെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. നൗഷാദ് ഹസനി ഇപ്പൊ ഇവർക്ക് സമാധാനം കൊടുക്കുന്നില്ലത്രേ. നിങ്ങളെ കൂട്ടുകാരനല്ലേ, നിങ്ങളെ സംഘടനക്കാരനല്ലേ? ആ മനുഷ്യൻ SKSF വന്നിരുന്നെങ്കിൽ എത്ര സുഖം നിങ്ങൾക്ക് ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ തല തല്ലി, നിങ്ങളെ ഓരോന്നിനെയും കുറിച്ച് തല തല്ലുക. എവിടൊക്കെ പറ്റുമോ അവിടൊക്കെ നൗഷാദുണ്ട്. നൗഷാദ് ഹസനി ഇന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾ എന്നെ നാണിച്ചു പോവാറുണ്ട്. നമ്മൾ പറയും മാഷ അങ്ങനെ ഇല്ലല്ലോ, ഞങ്ങൾ പറയില്ലേ, ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം.
അതിനേക്കാളേറെ നിങ്ങൾ ഞങ്ങളെ കൂട്ടത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണ് പലരും പറഞ്ഞങ്ങനെ പേരോട് ഉസ്താദും AP ഉസ്താദൊക്കെ ചേർന്നിട്ട് വലിയൊരു സംഘടനയുടെ നേതൃത്വത്തിലായതുകൊണ്ട് ഞങ്ങളെ ഉസ്താദുമാർ കൊണ്ടുപോയി അയാളെ, അദ്ദേഹത്തെ തിരിച്ച് ഞങ്ങളെ സംഘടനയിലേക്ക് കൊണ്ടുവന്നു. കാരണം എന്തേ? മർക്കസിൽ സൂക്ഷിക്കുന്ന തിരുമുടി ഹബീബിന്റേതല്ലേ എന്ന് നീട്ടി പറഞ്ഞിരുന്നു. ഇപ്പൊ ചോദിക്കാണ്, അതിന്റെ കറാമത്ത് പോയോ? ഇപ്പൊ നൗഷാദ് ഹസനി വിളിക്കുന്നത് എന്താ? പൊന്മൾ അബ്ദുൽ ഖാദർ മൗലവി, പേരോട് അബ്ദുറഹ്മാൻ മൗലവി. ഞാൻ വിളിക്കുന്ന ഇപ്പോഴും സഖാഫി ഉസ്താദ്, അതുപോലെ അബ്ദുറഹ്മാൻ മുസ്ലിയാരിതാ. നൗഷാദ് വിളിക്കുന്ന അങ്ങനെയാണ്. നാളെ നൗഷാദ് ഹസനി ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നിൽ വന്ന് മുജാഹിദ് ആശയക്കാരനായ പേരോടുമായി സംവാദത്തിന് തയ്യാറുണ്ട് എന്ന് പറഞ്ഞ് കത്ത് തന്നേക്കാം. മധ്യസ്ഥനാവാൻ വിളിച്ചോളൂ, നിങ്ങൾക്ക് രണ്ടാക്കും ചിലപ്പോൾ ഞാൻ പറ്റും. അതാണ് നിങ്ങളുടെ അവസ്ഥ. ഇന്ന് നിങ്ങളുടെ അവസ്ഥയാണ് അങ്ങനെ. വഹാബ് സഖാഫി നാട് മുഴുവൻ ഫിത്ന ഉണ്ടാക്കുന്നു എന്നാ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പേരോട് ഉസ്താദ് പറയാൻ കാരണമെന്താ? പേരോട് ഉസ്താദിന് ബോധ്യപ്പെട്ടു. എന്റെ പേരോട് ഉസ്താദ് പഠിപ്പിക്കുന്ന കുട്ടികളെ, നിങ്ങൾ ഉസ്താദ് പഠിപ്പിക്കുന്നത് നിങ്ങൾ പുസ്തകങ്ങളിൽ കൃത്യമായി ഡയറിക്കുള്ളിൽ കൃത്യമായി ഡേറ്റ് ഇട്ടിട്ട് എഴുതി വെക്കണം. ഇല്ലെങ്കിൽ ഉസ്താദ് നാളെ അത് തിരുത്തി പറയും. ഞങ്ങൾക്ക് പറ്റിയ തെറ്റതാണ്, ഡയറിയിൽ ഡേറ്റ് ഇട്ടില്ല എന്നുള്ളതാണ്. വിഷയങ്ങളൊക്കെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, വിഷയങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യവും. പക്ഷേ ഞങ്ങൾക്ക് ആകെ പറ്റിയ തെറ്റ് ഡേറ്റ് ഇട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശിഷ്യന്മാർ ഇത് കേൾക്കുന്നുണ്ടാവല്ലോ, നിങ്ങൾ ഇന്നു മുതൽ ഡേറ്റ് ഇട്ടോളൂ. ചിലപ്പോ നാളെ മൂപ്പര് മാറ്റി വരും. കാരണം എന്താ? മൂപ്പര് ഒരു പ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട്, മൗലവിമാര് മൗലൂദ് നടത്തിയാലല്ലേ, ഇവിടെ എന്റെ കയ്യിൽ ക്ലിപ്പൊക്കെ ഉണ്ട്, സമയം വൈകുന്നതുകൊണ്ട് അതൊന്നും ഇടുന്നില്ല, മൗലവിമാര് മൗലൂദ് നടത്തിയാലല്ലേ മറ്റുള്ളവരെ നടത്തുക, മൗലവിമാരതിന് മൗലൂദ് നടത്തണ്ടേന്ന് ചോദിച്ചാൽ അതേ പേരോട് മറ്റൊരു സ്റ്റേജിൽ പോയിട്ട് പറയാണ് മൗലവിമാര് മൗലൂദ് നടത്താറില്ല എന്ന് ആരാ പറഞ്ഞത്? സീതലി ബാബയ്ക്ക് തങ്ങളെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ച മൗലൂദ് ഉണ്ടായപ്പോ ഞങ്ങൾ പോയിട്ടില്ലേ? ഫിത്ന ഉണ്ടാക്കാൻ പറയുന്നവരാണ് അങ്ങനെ പറയാറുള്ളത്. അപ്പൊ ആരാ ഫിത്നക്കാരൻ? പേരോട് തന്നെ. പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മറുപടി പറയാണ്. ഓരോ പ്രസംഗത്തിലും വാദപ്രതിവാദത്തിന് പോകാൻ കള്ളത്തരീക്കത്തുകാരോടും മുജാഹിദുകളോടും പറഞ്ഞു, നിങ്ങൾക്കെതിരെ ശക്തമായി വാദപ്രതിവാദങ്ങൾ നടത്തേണ്ടത് അനിവാര്യതയാണെന്ന് പറഞ്ഞ് ഇബാറത്തുകളും ഹദീസുകളും ആയത്തുമുദ്ധരിച്ച് പ്രസംഗിച്ച പേരോട് 20 കൊല്ലം തികയുന്നതിന് മുമ്പ് തിരുത്തിയിട്ട് പറഞ്ഞു, മിനിറ്റിൽ 3 വെല്ലുവിളി നടത്തി വാദപ്രതിവാദം നടത്തി സംവാദം നടത്തി പോകുന്നതല്ല ദഅവത്ത്, ജനങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കലാണ്. ഞാൻ ചോദിക്കട്ടെ പേരോട്, നിങ്ങൾ ഈ കഴിഞ്ഞ 25 കൊല്ലം നിങ്ങൾ നരകത്തിലേക്ക് അവന് വഴി കാണിച്ചു കൊടുത്തത്? ഇന്ന് പേരോട് ഉസ്താദിന്റെ മാറ്റായി പറയുന്നത്, ഒരു കാലത്ത് പറഞ്ഞു ഹിദായത്ത് കിട്ടിയ വ്യക്തി ആരാ? അൻസാർ മാഷി. ഏത് മുജാഹിദിനെ നേരിടാൻ കഴിയും? എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, ഏത് മുജാഹിദിനെ നേരിടാൻ പറ്റുമെന്ന് മാത്രമല്ല മറുപക്ഷത്തുള്ള ആരും വന്ന് ചോദിച്ചോളൂ അൻസാർ മാഷോട്, എന്റെ ആവശ്യമില്ല. എന്നാൽ അൻസാർ മാഷ് ഇപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു, മറുപടി പറയാൻ നൗഷാദ് ഹസന്റെ ഭാഷയിൽ ചോദിക്കാണ്, മൗലവിമാരല്ലേ നിങ്ങൾ പറഞ്ഞത്? മൗലവി പേരോട് ഉസ്താദേ നിങ്ങൾ തയ്യാറുണ്ടോ അൻസാർ മാഷ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ? ഇല്ല. 40 തവണ അൻസാർ മാഷ് ഫോൺ ചെയ്തു എന്നാ പറയുന്നത് കേട്ടത്. അത് അൻസാർ മാഷ് തന്നെ വിശദീകരിക്കും. 40-ലധികം ഒരുപാട് ഫോൺ ചെയ്തു. ഖബർസ്ഥാനിലേക്ക് സലാം ചൊല്ലിയതുപോലെ മുജാഹിദ് ഖബർസ്ഥാനിലേക്കാണ്, അവിടെ ഔലിയാക്കളൊന്നും ഉണ്ടാവില്ലല്ലോ, മറുപടി വരില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മളെ ഉസ്താദ് പേരോട് ഉസ്താദിന്റെ കൂടെയുള്ളവരൊക്കെ എത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട പേരോട് ഉസ്താദിന്റെ കൂടെയുള്ളവരോട് ആദർശപരമായി ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ മുടി യഥാർത്ഥമാണ്, ഇത് റസൂലുള്ളാഹി തങ്ങളുടേതാണ്, ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതായാലും അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്നതായാലും എന്ന് പറഞ്ഞിരുന്നു. ഉസ്താദിന്റെ റൂമിൽ പോയപ്പോ സനത് കണ്ടിരുന്നു ഞാൻ, എനിക്കത് ബോധ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അതൊക്കെ പച്ചക്കള്ളമാണ്, അതെല്ലാം വ്യാജമാണ് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചുവിടുന്നു പറയുന്നു. അതിന്റെ അനുഭവ സാക്ഷിയാണ് ഞാൻ, അനുഭവ സാക്ഷിയാണ് ജിഷാൻ മാഹി. ആ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞും അല്ലാതെയും പഠിച്ചറിഞ്ഞ വ്യക്തിയാണ് അൻസാർ മാസ്റ്റർ. ഈ വേദിയിൽ തന്നെ റസാഖ് ഹാജി ഉണ്ട്, അബ്ദുറഹ്മാൻ ഖാന്റെ. അബ്ദുറഹ്മാൻ ഖാൻ എന്തിനാ മാറിയത് മൂപ്പര് തന്നെ പറയും. അബ്ദുറഹ്മാൻ ഖാന്റെ വായിലും കുടുങ്ങിയത് ആ മുടി തന്നെയാ. അദ്ദേഹം നല്ല പ്രവർത്തകനാണ്, നിഷേധിക്കാൻ വരണ്ട. 10 കൊല്ലം ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയതാണ്. 25 കൊല്ലത്തിനടുത്ത് ഉണ്ടാക്കിയ അന്ന് മുതൽ, ആ കമ്മിറ്റി ഉണ്ടാക്കിയ അന്ന് മുതൽ വളരെ സജീവമായി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായതാണ്.
അങ്ങനെയുള്ള ഒരു ടീം ഇവരിങ്ങനെ പറഞ്ഞു പോയിട്ട് ഇപ്പൊ പേരോടിന്റെ സംഘടനയൊക്കെ കുട്ടികൾക്ക് തട്ടിക്കളിക്കാനുള്ള പന്തായി മാറിയിട്ടുണ്ട്. ഇപ്പൊ കുട്ടികൾ തട്ടിക്കളിക്കാണ്. പേരോട് ഉസ്താദിന്റെ പ്രസംഗം എന്ന് പറഞ്ഞ് ഇന്നൊരു കുട്ടി ഇവിടെ വെച്ച് നമുക്ക് റിലീസ് ചെയ്യാം. ഞാൻ വരുമ്പോ ഒരു ദ്വീപുകാരനായ കുട്ടി ഒരു പാട്ട് സ്വന്തം എഴുതിയിട്ട് എനിക്ക് വാട്സപ്പിലൂടെ വിട്ടുതന്നു. ആ പാട്ട് ഞാൻ നിങ്ങൾക്ക് സമർപ്പിച്ച് ഞാൻ ഈ വേദിയിൽ നിന്ന് പോവാണ്. ഏതായാലും ഒരു കാര്യമുണ്ട്, ജിഷാൻ മാഹി നല്ല ചെറുപ്പക്കാരൻ, പറ്റുമെങ്കിൽ നല്ലൊരു ദുആ, ജിഷാൻ മാഹിക്ക് നല്ലൊരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കണേ. അള്ളാഹ് നല്ലൊരു കുട്ടിനെ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിക്ക് ദീർഘായുസ്സും ഇൽമും ഹിഫ്ളും എല്ലാം അള്ളാഹു നൽകുമാറാവട്ടെ. അങ്ങനെ പേരോട് പണ്ട് ദുആച്ചിട്ട് നല്ലൊരു സാലിഹത്തായ പെണ്ണെ കിട്ടണമെന്ന് പറഞ്ഞു. അതും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി അത് ഉഷാറായിട്ട് റാഹത്തായി പോയാൽ മതി. അങ്ങനെ പറഞ്ഞ ജിഷാൻ മാഹിയും അതുപോലെ നിങ്ങൾ തന്നെ പറഞ്ഞ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട അൻസാർ മാഷ് കോഴിയട കൊണ്ടുവന്നാൽ അത് അൻസാർ മാഷ് തന്നതാണെങ്കിൽ പിന്നെ അന്വേഷിക്കണ്ടെന്നാ പേരോട് ഉസ്താദ് പറഞ്ഞത്. അത്രത്തോളം ബന്ധമുള്ള അൻസാർ മാഷ് ഇവിടെ ചർച്ചയിൽ വരുന്ന വ്യക്തിത്വങ്ങളാണ്. മറ്റൊരാൾ ഇപ്പൊ വരാനുണ്ട്. ആ വരാനുള്ളത് ഈ സ്ഥാപനത്തിലെ ഇബ്രാഹിം സഖാഫി എന്നു പേരുള്ള കുമ്മോളി സാഹിബാണ്. കുമ്മോളി ഉസ്താദ് എന്ന് പലരും വിളിക്കും. അദ്ദേഹത്തിന്റെ നാച്ചർ കൂടി ഞാൻ ആദ്യം കേൾപ്പിച്ചുതരാം. അദ്ദേഹത്തെ ഒന്ന് കേൾക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഇവിടുത്തെ ചർച്ചയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. അദ്ദേഹത്തിന് കുറച്ചൊക്കെ നമ്മളോട് പറയാനുണ്ടാവും. അപ്പൊ അതെല്ലാവരും ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. അദ്ദേഹമാണ് നമ്മളെ പ്രിയ അബ്ദുറഹ്മാൻ സാഹിബിന് എളുപ്പമുണ്ടാക്കി കൊടുത്തത്. ഇങ്ങോട്ട് പേരോടെ ഏൽപ്പിച്ചിട്ട് എളുപ്പമുണ്ടാക്കി കൊടുത്തു തരാൻ. അങ്ങനെയൊക്കെയാണ് കഥ. എന്നെ കേൾക്കുന്ന ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ഇരുന്ന് കേൾക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് എന്ന് നെസിയാറിലൂടെ ഇനിയും തങ്ങളൊക്കെ ലൈവ് കൊടുക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകൾ. ആ ആളുകളിലും ഇതുപോലെ ഈമാനുള്ളവരുണ്ടാവും. അവർക്കൊക്കെ കടന്നു വരാം. നമ്മളെ ഈ പറയപ്പെട്ട ഉസ്താദ് ഇബ്രാഹിം സഖാഫി കുമ്മോളി ഒരു ദിവസം ജിഷാനെ വിളിച്ചു. അന്ന് ഞാൻ മാഹിലുണ്ട്, ജിഷാന് മാഹിലുണ്ട്. ഞങ്ങളൊരു പാലത്തിന്റെ അപ്പുറത്തുമാണ്. എന്റെ ഭാര്യയുടെ അപ്പുറത്താണ്, ജിഷാൻ ഇപ്പുറത്താണ്. ഏതായാലും നിങ്ങൾ ഏത് നേതാക്കൾ പോകണം പിടിക്കാൻ വേണ്ടി ഞങ്ങൾ അപ്പുറപ്പുറത്ത് ഇരുന്നതാണ്. ആ കാലത്ത് ജിഷാനും ഞാനും ഒരു ഫോൺ വെച്ചു. അപ്പൊ ജിഷാനോട് പറഞ്ഞു എനിക്കിപ്പോ കുമ്മോളിനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്, നമ്മൾ വിളിച്ചോളൂ, വിളിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിക്കണമെന്ന് നോക്കെ വിളിക്കാമെന്ന് പറഞ്ഞു. അന്ന് ഈ മുടി വിഷയങ്ങളിൽ ഓപ്പറേഷന് വേണ്ടി ഞങ്ങൾ രണ്ടാളും തയ്യാറെടുക്കുകയാണ്. ഇത് പുറത്തേക്ക് ഈ ക്ലിപ്പുകൾ കൊണ്ടുവരാൻ ചാനലിലെത്തിക്കാനുള്ള അതിന്റെ ചെറിയൊരു ന്യൂസ് കുമ്മോളിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം കരുതിയത് ജിഷാൻ ഇതൊന്നും അറിയാതെ ഞാൻ ഒറ്റക്കൊപ്പിക്കുകയാണെന്നാ. അപ്പൊ ജിഷാന് പറഞ്ഞു കൊടുക്കുകയാണ് എന്നെ പറ്റി. അതുകൊണ്ട് ഏതായാലും നിങ്ങൾക്കെതിരെ ഫിത്ന എന്നാണ് പറയുന്നത്. അതിലെനിക്ക് സന്തോഷമുള്ളൂ. കാരണം നിങ്ങൾക്കെതിരെ ഒരാൾ ഫിത്ന ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കള്ള് ഷോപ്പ് അടച്ച് പോലീസുകാരൻ പൂട്ടിയെന്ന് പറയും പോലെയാണ്. ഒരു തിന്മയെ ഇല്ലാതാക്കാൻ സജീവമായി പ്രവർത്തിച്ചു എന്ന് അർത്ഥമുള്ളതിന്. അപ്പൊ ഇതാ നമ്മൾ ഉസ്താദ് ഈ കാണുന്ന ഈ നാട്ടിലെ ഏറ്റവും വലിയ സ്ഥാപനം എന്ന് പറയുന്ന സ്ഥലത്തിലെ വലിയ മുദരിസാണ്. ആ മുദരിസ് പറയുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടോളൂ. ഒരുപാടുണ്ട്. ഇനി ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഇന്നു മുതൽ എന്റെ വാട്സപ്പിലും ഞങ്ങളിലൊക്കെ കിട്ടിക്കോളൂ. അത് മുഴുവൻ സംഭാഷണം കിട്ടും. പുറത്തു വരാത്തൊരു സാധനമാണ്. അതിപ്പോ ഞാൻ തന്നെ കൊണ്ടുവരികയാണ്. കേട്ടോളൂ നിങ്ങൾ. അദ്ദേഹം പറയാണ് എന്നെക്കുറിച്ച് കുറ്റമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. ഒരു പണ്ഡിതന്റെ മുജാഹിദ് പണ്ഡിതനാണെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ പണ്ഡിതനാണെങ്കിൽ പോലും തബ്ലീഗ് ജമാഅത്തിന്റെ എന്ന് മാത്രമല്ല മാന്യതയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു സാമൂഹിക പ്രവർത്തകൻ പറയാൻ മടിക്കുന്ന വാക്ക് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. എന്നിട്ടല്ലേ ഒരു പണ്ഡിതൻ അദ്ദേഹം പറയുന്നത് കൃത്യമായി കേട്ടോളൂ. നീ ചിലപ്പോ പുസ്തകമൊക്കെ ഇറങ്ങുന്നതാണ്. ഇപ്പൊ പറയും ഇത് നമ്മളെ കുറ്റ്യാടിന്റെ കറാമത്താണെന്ന് പറയാൻ നിൽക്കണ്ടോ, മൊബൈൽ ഓഫായതാണ്. ചില ആളുകൾ അങ്ങനെ പറഞ്ഞു. ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇപ്പൊ ചർച്ചയാണത്രേ. കുറ്റ്യാടിയിൽ ജിഷാനൊക്കെ പരിപാടി നടത്താൻ തീരുമാനിച്ച ആരുമില്ല. ഈ കാണുന്ന മനുഷ്യന്മാർ തന്നെയാണ് ഇവിടെ ചുറ്റും നിൽക്കുന്നത്. പിന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എത്ര സദസ്സിൽ ആരുമില്ല എന്നുള്ളത്. തുടങ്ങുന്നതിന് മുമ്പ് എടുത്തിടാണ്. അങ്ങനെയാണ് മനുഷ്യന്മാർ ഇപ്പൊ പോയി മക്കയും മദീനൊക്കെ ഫോട്ടോ എടുത്തോളൂ. ഹജ്ജിന് ആരുമില്ല എന്ന് പറയാം അടുത്ത കൊല്ലം. തുടങ്ങിയതിന് ശേഷം വന്ന് ഫോട്ടോ എടുക്കും. ഫോട്ടോ മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ പഴയ ക്യാമറ കൊണ്ടുവന്നു. എന്റെ പഴയ ക്യാമറയിൽ അത് കൊണ്ടുവന്നേക്ക്. എന്നിട്ട് മുന്നിൽ നിന്ന് റെക്കോർഡ് ചെയ്തോളൂ. എന്നിട്ട് കേൾക്കുന്നത് ഫേസ്ബുക്കിലും ജനിപ്പിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ജനങ്ങളെ സാക്ഷി നിർത്തി പറയാം.
ഇനി മഴ വന്നാലോ? മഴ വന്നാൽ പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ കൊണ്ടും അല്ലാതെയും കേൾക്കും. അതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. ഞങ്ങളെ റബ്ബിന്റെ തീരുമാനത്തിൽ സന്തോഷിക്കുന്നവരാണ്. നിങ്ങളെപ്പോലെ റബ്ബിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പച്ചക്കള്ളം പറയുന്നവരല്ല ഞങ്ങൾ. അതുകൊണ്ട് ആ പ്രചരണം കൊണ്ട് നടക്കണ്ട. ഫേസ്ബുക്കിൽ മാറ്റിയിട്ടേക്ക്. ഇപ്പൊ ആള് വന്നിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് നേരത്തെ തെറ്റുപറ്റിപ്പോയതാണ് എന്ന് ഫേസ്ബുക്കിലും വാട്സപ്പിലും കിട്ടി. നല്ലതാണത്, അത് ആവശ്യമാണ്. അതെ, അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചിന്തകൾ ഇപ്പോഴും ചില ആളുകൾ നടത്തുന്നുണ്ട്. അതിനെ തിരിച്ച് നല്ല ബോധം വേണം. അത് എന്ന് പറയാൻ വേണ്ടിയാണ്. അത് എന്നോട് നമ്മളിന് ബന്ധപ്പെട്ട് ആളുകൾ ഈ വിഷയം ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ അവരോട് 2-2.5 കൊല്ലം എനിക്ക് ഇത് രഹസ്യമായിട്ട് നമ്മള് ഉസ്താദുമാരോട് മാത്രം പങ്കുവെക്കാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇനിയും ഒക്കെ എനിക്കിങ്ങനെ കൊണ്ടുപോകാൻ അറിയാം. ഇത് ഫിത്തിന വരുന്ന പൊട്ടിയതൊക്കെ ഉസ്താദ് അറിയാറിയില്ല, നിങ്ങളറിയാറിയില്ല. അതൊക്കെ ഉണ്ടാക്കിയ ആളെനിക്ക് നന്നായിട്ട് അറിയാം. ആരൊക്കെ അതിന് പ്രചരിപ്പിച്ചതല്ല. അത് ഞാനൊന്നും പറയാൻ കാര്യങ്ങൾ അത് ശരിയാണെന്ന് പറഞ്ഞാൽ എന്റെ സുഖാര്യാണ്. ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പൊ സുഖാര്യനോട് ഒരിക്കലും പുറത്തു പറയാൻ പാടില്ലല്ലോ. ആയിക്കോട്ടെ. അങ്ങനെ സുഖാര്യ അതായത് എന്റെ അഭിപ്രായത്തിൽ ഈ രാമന്തലില്ലേ, വ്യക്തമായിട്ട് പറയാ. ഞാൻ അള്ളാഹുടെ കാഴ്ചയ്ക്ക് പറയാം, എന്റെ അറിവ് വെച്ച് പറയാം. ഞാനോട് ഇതുവരെ റോഡിൽ തുർക്കിക്കോ അല്ലെങ്കിൽ അകന്നക്കോ ഞാനൊരു ജോലിക്കോടുമില്ല. ഫിക്രയുടെ കട്ടയാണ്. പറയേണ്ട കാരണം ഞാൻ പറയാൻ കാരണം പിന്നെ ഇങ്ങനത്തെ ഒരുപാട് സാഹചര്യ ഇപ്പൊ ഈ വിഷയങ്ങൾ നമ്മളായിട്ടുള്ള പങ്കുവെക്കിട്ട് നമ്മളെ നേരാക്കന്മാരില്ല, ഉസ്താദന്മാരില്ല. അത് പുറത്ത് ചാടിക്കും. മുമ്പ് വിഷയം പിന്നെ ആരെങ്കിലും പങ്കുവെച്ചോ? മൂപ്പര് പങ്കുവെക്കാനില്ല. മൂപ്പര് പിന്നെ ഒരുപക്ഷെ പലരും ശ്വാസമായിരിക്കാമോ അവരുടെ ആയിരിക്കും ഇങ്ങനെ സംസാരിക്കുന്ന. അതിലേക്ക് തോന്നിയല്ല, എനിക്കറിയില്ല. എന്റെ അഭിപ്രായമാണ്. എല്ലാ ഉസ്താദ് എന്ത് വിഷയത്തിൽ കേട്ടത്? ഞാൻ കേട്ടത് ഇപ്പൊ കേട്ടത് പിന്നെ ഇങ്ങനെ എയർപോർട്ടിൽ വരുമ്പം ഈ പ്രാവശ്യം വളരെ ഇറങ്ങിയെടുത്ത ദിവസമോ ഇങ്ങനെ സംസാരിച്ചു മറ്റേ അങ്ങനെയുള്ളതിന് വിഷയമാണോ ഞാൻ ഇതിപ്പം പറഞ്ഞു. ഇപ്പൊ എന്റെ ഉടനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അത് പിന്നെ അതിൽ കേട്ടില്ല നിങ്ങള് എന്താ മൂപ്പര് പറഞ്ഞത്? പുറത്തു പറഞ്ഞാല് മൂപ്പര് നിഷേധിക്കുന്ന സംഭവമാണ്. കേട്ടില്ല? മൂപ്പരിത് പുറത്തു പറഞ്ഞാൽ ജിഷാനത് ക്ലിയർ കുറവുള്ളത് കൊണ്ടാണ്. അതേതായാലും പേരോട് പറഞ്ഞ പോലെ CD ഇറങ്ങുമ്പോൾ അതിലുണ്ടാവും, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കേൾക്കാം. ഇത് പുറത്തു പറഞ്ഞാൽ ജിഷാനോട് പറയാണ്, നിങ്ങളിത് പുറത്തു പറഞ്ഞാൽ ഞാനിത് നിഷേധിക്കട്ടോ. അള്ളാനെ സാക്ഷി നിർത്തിയിട്ട് മൂപ്പര് പറയുന്ന സംഭവം പുറത്തു പറഞ്ഞാൽ അത് മൂപ്പരിക്കും. ഇങ്ങനെ നാണമില്ലാത്ത ആശയം അല്ലെങ്കിൽ ഒരു പ്രബോധനം നടത്തുന്ന മനുഷ്യൻ, ആ മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെ ആളുകൾ ശ്രമിക്കുള്ളൂ. അതിന്റെ ഭാഗമാണ് അബ്ദുറഹ്മാൻ ക പേരോടെ ഏൽപ്പിച്ച് ആ മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ വേദിയിലെത്തിയത്. അദ്ദേഹത്തിന്റെ കുടുംബം ഒക്കെ മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ നിലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹം. അതുകൊണ്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഈ പറയപ്പെട്ടതുപോലെയുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുണ്ടാക്കി വെക്കുന്നതൊക്കെ ജനങ്ങൾ ഇന്ന് മടുത്തുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പാട്ട് വന്നത്. ആരിഫീങ്ങളുള്ളൊരു നാട്, ആവേശമേകിടുന്ന ഊരി കേരള നാട്, അഖിലോരു മണ്ണറിഞ്ഞിടാൻ കുറിക്കുകയാണ് പ്രിയ സോദരി. അറിഞ്ഞിടു പുതുതായൊന്നിത്, പുതുതായതൊന്നിത് പ്രിയ സോദരി. അറിഞ്ഞിടു പുതുതായതൊന്നിത്, പുതുതായതൊന്നിത്.
വിദഗ്ധകാരേറെ എത്ര പാടുപെട്ടതാ, മഹത്തായ സുന്നികൾക്കു നേരെ അമ്പ് നെയ്തതാ. മുനയാകയും ഒടിച്ചെറിഞ്ഞ സുന്നി മക്കളെ മാനം കെടുത്തിടുന്ന വാർത്തകൾ പരന്നിത എങ്ങും പന്നിതാ. മാനം കെടുത്തിടുന്ന വാർത്തകൾ പരന്നിതാ എങ്ങും പരന്നിതാ. ഞരില്ല നൂറിനാൽ പടച്ച മുറ്റതങ്ങളെ കരിക്കില്ലൊരഗ്നിയും നബിന്റെ പുണ്യരോമമേ. ഇബ്രാഹിമൻ നബിയരിൽ തണുത്തരഗ്നിയൻ ഖൈറുൽ വറാ നബിയരിൽ തണുക്കുകയില്ലയോ തണുക്കുകയില്ലയോ. ഖൈറുൽ വറാ നബിയരിൽ തണുക്കുകയില്ലയോ തണുക്കുകയില്ലയോ. ആരംഭ ചെയ്തൻ നബി തൻ മുഅ്ജിസാത്തുകൾ മുറിയാതെ എന്നും നബിയിൽ ദായിമാണതേ. മൗത്തോടെ ആകെയും മുറിഞ്ഞു എന്നൊരു വാക്ക് പാടില്ല സുന്നി മക്കളെ നമുക്കൊരിക്കലും നമുക്കൊരിക്കലും. പാടില്ല സുന്നി മക്കളെ നമുക്കൊരിക്കലും നമുക്കൊരിക്കലും. ഇത്യാദി ആശയം പരത്തിടുന്ന പേരോടും ചുക്കാൻ പിടിച്ച പൊന്മളയും ചേർന്ന മുന്നണി. ശക്കില്ല സോദരേ ഇവരെ പിന്തുടർന്നിടൂൽ നാളെ കിടപ്പിടം ജഹന്നമെന്ന വീട്ടിലാ എന്ന വീട്ടിലാ. അപ്പോ സാധാരണക്കാരൻ, ഇതിപ്പോ ഏതെങ്കിലും പണ്ഡിതന്മാരൊന്നുമല്ല, ഇത് ഉൾക്കൊണ്ടൊരു സാധാരണക്കാരൻ സ്വയം എഴുതി അദ്ദേഹം തന്നെ പാടിയിട്ട് അയച്ചു തന്നൊരു പാട്ടാണ്. ഇതൊരു കുട്ടി പാടിയിട്ട്. അഥവാ കാലം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് വഹാബികൾ പറഞ്ഞ വാദം, ഒരു കാലത്ത് മുജാഹിദുകൾ പറഞ്ഞ വാദം, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ശഫാക്കപ്പെട്ട ശരീരം മണ്ണ് തിന്നുമെന്ന് അവർ എഴുതി വെച്ച ഒരു കാലമുണ്ടായിരുന്നു. അന്ന് സുന്നികൾ അവർക്കെതിരെ സമസ്തയും പണ്ഡിതന്മാരും ശക്തമായി ഘോരഘോരം പൊരുതി വാദപ്രതിവാദങ്ങൾ നടത്തി. ശംസുൽ ഉലമയെ പോലുള്ളവർ അവർക്കെതിരെ വിപ്ലവകരമായ വിമോചന സമരങ്ങൾ നടത്തി. അതുപോലെ ഹബീബിന് നിഴലുണ്ടെന്ന് പറഞ്ഞ ഒരു കാലത്തെ വിദഗ്ധക്കാരെ സമസ്തയുടെ പണ്ഡിതന്മാർ തടുത്തു നിർത്തി, തടഞ്ഞു നിർത്തി, അവരെ പിടിച്ച് സമുദായത്തിന്റെ മഹല്ലുകളിൽ നിന്ന് പുറത്തേക്ക് നിർത്തി. കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ അതേ ആശയം ഇന്ന് തിരിച്ചു വരികയാണ്. വരുന്നത് ആരിലൂടെയാണ്? സമസ്തയുടെയും സുന്നിയുടെയും പേര് പറഞ്ഞ് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ നടക്കുന്ന പുതിയൊരു നവബിദഅത്തുകാരിൽ ഇവിടെ നാം കാണുകയാണ്. ഈ നവബിദഅകൾ ഉണ്ടാക്കുന്ന ഈ ആശയപരമായ ഇവരുടെ മാറ്റത്തെ ലോകം കണ്ടിരിക്കുന്നു, കേട്ടിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പാട്ട് ഒരു സാധാരണക്കാരൻ പോലും രചിച്ചു വരുന്നത്. അബ്ദുറഹ്മാൻ കബടെ ഞാനുമായി നടത്തിയ സംഭാഷണത്തിന്റെ അഭിമുഖം ഇവിടെ വീഡിയോ ഇറങ്ങുന്നുണ്ട്, ഒരു DVD ഇറങ്ങുന്നുണ്ട്. 40 രൂപയാണ് വില. ബഹുമാനപ്പെട്ട ഉസ്താദ് പറയും പോലെ 40 രൂപയാണ് വില. ബാക്കിലും മുന്നിലൊക്കെ എത്തും, എല്ലാവരും അത് വാങ്ങണം. അദ്ദേഹം ഹൃദയസ്പൃക്കായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. DVD ആണ്. ഇവിടെ ആര് സംഭാവനയൊന്നും അതിന് തന്നിട്ടില്ല, അതുകൊണ്ട് വില കുറച്ചിട്ടില്ല. ഏതായാലും അതിന്റെ കോപ്പി ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ സാധനം കിട്ടിയാൽ എല്ലാവരും വാങ്ങണമെന്ന് മാത്രമല്ല, ആ സാധനം ഓരോ ആളുകളുടെയും അത് കൊണ്ടുപോയിട്ട് ഇവർക്ക് കേൾക്കാൻ കൊടുക്കണം. ഇവരുടെ ആളുകൾക്ക് നിർബന്ധമായും വാങ്ങിയിട്ട് അത് കേൾക്കാൻ കൊടുക്കണം. കാരണം ഈമാനുള്ളവരാണെങ്കിൽ അത് കേട്ടാൽ തീർച്ചയായും അവർ ഇന്ന് അകപ്പെട്ടുപോയ നവബിദഈ പ്രസ്ഥാനത്തിൽ നിന്ന് അവർ രാജിവെച്ചു വരും. സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലേക്ക് അവർ വരും. അതുപോലെ വേറെയും കുറെ സീഡികൾ ഇവിടെ ഉണ്ട്, എല്ലാം വാങ്ങണം. ഒക്കെ നമ്മളെ പ്രസ്ഥാനത്തിന്റെ ഇസ ഇറക്കുന്ന, SKSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഇറക്കുന്ന, അതുപോലെ മറ്റ് മജ്ലിസിനൂറുമായി ബന്ധപ്പെട്ട എല്ലാ സീഡികളും. അതുപോലെ പേരോട് ഉസ്താദ് പറയും പോലെ ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഞാൻ തന്നെ മംഗലാപുരത്ത് ഉസ്താദ് വിനീതനായ ഞാൻ മംഗലാപുരത്ത് ഉസ്താദ് കർണാടക യാത്ര നടത്തിയപ്പോ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഒരു മറുപടി പറഞ്ഞിരുന്നു, വഴിതെറ്റുന്ന ഉസ്താദിന് വഴികാട്ടുന്ന ശിഷ്യൻ എന്ന പേരിലുള്ള ഒരു CD അതിവിടെ കിട്ടും. ഇനി പേര് ഇൻഷാ അല്ലാഹ് മറ്റു സീഡികളെ പിന്നീട് പറയും. ഏതായാലും സീഡിയാണ് നിങ്ങളെ പ്രശ്നമെങ്കിൽ ഞങ്ങളത് കാണിച്ചു തരാം. നിങ്ങളുടെ ആദർശത്തിന്റെ അടിവേരറുക്കാൻ എന്തൊക്കെ പ്രവർത്തനം അനിവാര്യമാണോ ഇസ്ലാം അനുവദിക്കുന്ന സർവ്വ പ്രവർത്തനങ്ങളും ഞങ്ങൾ എനിക്ക് ചെയ്ത് കാണിച്ചു തരും.
ഇത്രയും കാലം സമസ്തയുടെ പ്രവർത്തകർ ചെയ്യട്ടെ എന്ന് കരുതി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. കാരണം സമസ്തയുടെ പാവപ്പെട്ട നിഷ്കളങ്കരായ പ്രവർത്തകരാണ്. നിങ്ങളെപ്പോലെ ഒരുപക്ഷെ നിങ്ങൾ പഠിച്ച സ്കൂളിലിരുന്ന് ഇത്തരം കളരി അഭ്യാസങ്ങൾ അവർ പഠിച്ചു കാണില്ല, എന്നാൽ ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ പഠിച്ചിട്ടുണ്ടത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്. അത് ഓരോന്നോരോന്നായി ഇൻഷാ അല്ലാഹ് വരും. അത് ഓരോന്നും വരുന്നത് നിങ്ങൾ തന്നെ വിളിച്ച് യാസീനോദി വരുത്തിയതാണ്. അത് അനുഭവിച്ച് തീർത്തേ പറ്റൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുലയുടെ 90-ാം വാർഷികം ആലപ്പുഴയിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. അതിന്റെ പ്രചരണ ബോർഡുകളും സമ്മേളനങ്ങളൊക്കെ എല്ലാ ഭാഗത്തും സംഘടിപ്പിക്കണം എന്ന് മാത്രമല്ല, മഹല്ലത്തുകൾ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി KMJ എന്ന പേരിലോ അല്ലെങ്കിൽ മുസ്ലിം ജമാഅത്ത് MUJA മുജ എന്ന പേരിലോ ഒക്കെ അറിയാത്തതുകൊണ്ട് ഞാൻ പേര് പറയുന്ന വിധത്തിൽ ഇന്ന് കേരളത്തിൽ ഒരു വിഭാഗം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവർ മഹല്ലുകളിൽ കയറി കുതന്ത്രങ്ങളുണ്ടാക്കി സമുദായത്തെ ഭിന്നിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരെ തിരിച്ചറിയണം. അവർ ഈ സമുദായത്തിന്റെ ശത്രുവായ BJPക്കാർക്ക് വേണ്ടി അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മത്സരിക്കുന്നത് നമ്മൾ കാണുന്നു. കർണാടകയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ മാസങ്ങളിൽ കർണാടകയിലെ എരുമാടിന് തൊട്ടടുത്ത് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ സ്ഥാനാർത്ഥി ഇവർ തന്നെ വിജയിപ്പിച്ചു കൊടുത്തത് കർണാടകയിലെ എരുമാട് പോയാൽ നമുക്ക് അറിയാം. ഒന്നും രണ്ടുമല്ല. അങ്ങനെ BJPക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് എനിക്ക് ഈ ഉസ്താദിനെ കുറിച്ച് കൂടുതൽ പറയാനില്ല. എന്റെ ഉസ്താദ് അതാണ്. ഇവിടുത്തെ സിസ്റ്റർമാർ ഇവിടെ ഉണ്ട്, അത് അവര് പറഞ്ഞോളൂ. BJPയെ കുറിച്ച് ചോദിച്ചപ്പോ എന്താ മൂപ്പർ പറഞ്ഞത്? കോഴിക്കോട്ടുള്ള ഉസ്താദ് പറഞ്ഞത് അതിനെക്കുറിച്ച് പഠിക്കാൻ സമയമായിട്ടില്ല. ഇത്ര ഇനി എപ്പോഴാ പഠിക്കാൻ മാഷറിയിലിരുന്നോ? ആ വിധത്തിലേക്ക്, ആ ഒരവസ്ഥയിലേക്ക് ഇവർ സമുദായത്തെ ഒറ്റുകൊടുക്കുകയാണ്. അള്ളാഹു സമുദായത്തെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഈ സമ്മേളനങ്ങളൊക്കെ വിജയിപ്പിക്കാനും അതുപോലെ നമ്മുടെ മീഡിയകളും എല്ലാം നെറ്റിലെത്തിക്കാൻ അനിവാര്യമായ പ്രവർത്തനങ്ങൾ എല്ലാവരും നടത്തണം എന്നുണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട അൻസാർ മാസ്റ്ററെ അധ്യക്ഷന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റു സമയങ്ങളിലും വേദികളിലൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അല്ലാഹു നമുക്കതിനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ.